ഈ മഴക്കെടുതി രൂക്ഷമായ മറ്റ് ജില്ലകളിലേക്ക് കൂടി നമുക്ക് പോകാം. സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ മഴക്കെടുതികൾ ഉയരുകയാണ്. തിരുവനന്തപുരത്ത് 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. കിഴക്കൻ മേഖലയിൽ ഇന്നലെ മുടങ്ങിയ വൈദ്യുതി ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല. കോഴിക്കോട് കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. കുറ്റ്യാടിപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലും ശക്തമായ മഴയാണ്. സരോവരത്ത് 100ഓളം വീടുകൾ വെള്ളക്കെട്ടിലായി. കൊല്ലം വാളകത്ത് വീടിന് മുകളിലേക്ക് മരം വീണു. ആലപ്പുഴയിൽ തോട്ടപ്പള്ളി പൊഴിമുഖം പൂർണ്ണമായി തുറക്കാത്തതിനാൽ വെള്ളപ്പൊക്ക ദുരിതത്തിലാണ് കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകൾ. എറണാകുളം അങ്കമാലിയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കിയിലെ 4 ഡാമുകൾ തുറന്നു. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട വയോധികയെ കാണാതായി. വയനാട് 201 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. നമുക്ക് വിവിധ ജില്ലയിലെ റിപ്പോർട്ടർമാരിലേക്ക് പോകാം. ആദ്യം ഇടുക്കിയിലേക്ക് പോകാം. അവിടെ ഡാമുകൾ തുറന്നിരിക്കുകയാണ്. സുബിൻ, ഡാം തുറക്കുന്ന സാഹചര്യം, 4 ഡാമുകൾ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളം ഒഴുകിപ്പോകുന്ന ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ഈ ഡാമിലെ ജലനിരപ്പ് ആശങ്കാജനകമാണോ? ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വെള്ളം കൂടുതലായി ഒഴുകി വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഇത് അടയ്ക്കാൻ ഇപ്പോൾ ആലോചിക്കാൻ നമുക്ക് കഴിയാത്ത സാഹചര്യവുമുണ്ടല്ലോ. നിലവിൽ ഡാമുകളെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഇതിൽ ഈ ഡാമിന്റെ ജലനിരപ്പ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിന്റെ പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിൽ ഒരു ക്രമം നിർത്തിക്കൊണ്ടാണ് ഈ ഒരു വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള ഒരു കാര്യമാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഡാമിന്റെ പ്രദേശങ്ങളിൽ മഴ നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. രാവിലേക്കുള്ള നീരൊഴുക്കിന് കുറവില്ലെങ്കിൽ പോലും ഈ മഴ കുറഞ്ഞത് ഒരു ആശ്വാസം ഉള്ള ഒരു കാര്യമാണ്. നിലവിലിപ്പോൾ മലങ്കര ഡാമിന്റെ 3 ഷട്ടറുകൾ നിലവിൽ അടച്ചിട്ടുണ്ട്. 5 ഷട്ടറുകളാണ് മലങ്കര ഡാമിന്റെ തുറന്നിരുന്നത്. നിലവിൽ 3 ഷട്ടറുകൾ 4, 5, 6 എന്നീ ഷട്ടറുകൾ നിലവിൽ അടച്ചിട്ടുണ്ട്. നിലവിൽ 2 ഷട്ടറുകളിൽ കൂടി മാത്രമാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് മലങ്കര ഡാമിന്റെ. മറ്റ് ഡാമുകളുടെ എല്ലാം തന്നെ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന്റെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ, കല്ലാർകുട്ടി, അതുപോലെ തന്നെ ലോവർ പെരിയാർ, പാമ്പള ഉൾപ്പെടെയുള്ള ഡാമുകൾക്ക് അടിവാരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വെള്ളം കൂടുതലായി കരകവിഞ്ഞൊഴുകാനുള്ള ഒരു സാധ്യത കണക്കാക്കുന്നില്ല. ഈ ഡാം തുറന്നു വിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മീൻ പിടിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ വെള്ളത്തിൽ ഇറങ്ങിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കോ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിരീക്ഷിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നിലവിൽ തൊടുപുഴ അതുപോലെ തന്നെ മൂവാറ്റുപുഴ ആറുകളിൽ വെള്ളം ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഒരു അളവ് വിട്ട് മുകളിലേക്ക് പോയിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഈ ഡാമിന്റെ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടച്ചതുകൊണ്ട് ഈ ഒരു ജലനിരപ്പ് ക്രമാതീതമായി ഉയരാതെ നിലനിർത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഡാമിലേക്കുള്ള നീരൊഴുക്കിലും ചെറിയ കുറവുണ്ടായിട്ടുണ്ട്. ജില്ലയിലെ മഴക്കെടുതികൾ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യാപകമായ നാശനഷ്ടം മഴയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 ദിവസങ്ങളിലെ മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിൽ 103 വീടുകൾ ഭാഗികമായും 9 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കൂടാതെ വലിയ രീതിയിലുള്ള കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ശക്തമായ കാറ്റാണ് ഈ ഒരു മലയോര മേഖലകളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. മരം വീടൊക്കെ ഈ ഏലച്ചെടികൾ പൂർണ്ണമായും നശിക്കുന്ന ഒരു സാഹചര്യം, മറ്റ് കൃഷികളെല്ലാം തന്നെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ ഒരു കണക്കെടുപ്പ് നിലവിൽ ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. ഈ ഒരു മഴകളുടെ ഒരു തീവ്രത കുറഞ്ഞതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. അതോടൊപ്പം തന്നെ 10 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലായി 10 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. ഏകദേശം 100ഓളം പേർ ഈ ഒരു 10 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ജില്ലയിൽ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി അസാധാരണമായ മഴയാണ് പെയ്തിരുന്നത് എന്നുള്ള ഒരു കാര്യം ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം അതിന്റെ റിപ്പോർട്ട് അടക്കം പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും മഴ തുടരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഈ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതകളുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെ കൃത്യമായ നിരീക്ഷണം നടത്താനും ആവശ്യമെങ്കിൽ ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാനുമുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ മഴയ്ക്ക് നേരിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലുള്ള തുടർച്ചയായിട്ടുള്ളൊരു മഴ നിലവിൽ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ പെയ്യില്ല. ഓക്കെ, ശരി സുബിൻ. എറണാകുളത്ത് നിന്ന് കിരൺ ചേരുന്നുണ്ട്. കിരൺ, അവിടെ മഴക്കെടുതികൾ രൂക്ഷമായി നിൽക്കുന്നു. പലയിടങ്ങളിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വീടുകൾ തകരുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ മലയോര മേഖലയിൽ നിന്ന് ആയിക്കോട്ടെ, തീരദേശത്തായിക്കോട്ടെ, നഗരപ്രദേശങ്ങളിലായിക്കോട്ടെ, എങ്ങനെയാണ് റിപ്പോർട്ട്? വീണ, എറണാകുളം ജില്ലയിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഈ മഴയെ തുടർന്ന് ഉണ്ടായത്. ഇന്ന് രാവിലെ അങ്കമാലിയിൽ മരം കടപുഴകി വീണതിനെ തുടർന്ന് വലിയ ഗതാഗത കുരുക്കാണ് രൂപപ്പെട്ടത്. പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ മരം മുറിച്ചു മാറ്റുകയുണ്ടായിരുന്നു. കൂടാതെ തന്നെ
ഈ മൂവാറ്റുപുഴ ആറിലും ജലനിരപ്പ് വലിയ രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ വാർണിംഗ് ലെവല് കടന്ന രീതിയിലാണ് ഇപ്പോൾ ജലനിരപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴ ആറിന്റെ തീരത്ത് ഉള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇന്നലെ വൈകിട്ടോടുകൂടി കുമ്പളം കായലിൽ ഒരാളെ കാണാതാകുകയുണ്ടായിരുന്നു. കുമ്പളം കായലിൽ വഞ്ചിയിൽ സഞ്ചരിച്ചിരുന്ന രണ്ടുപേർ ഇന്നലെ വെള്ളത്തിൽ വീഴുകയായിരുന്നു. ഇതിൽ ഒരാൾ ഇന്നലെ നീന്തി രക്ഷപ്പെടുകയും മറ്റൊരാൾ വെള്ളത്തിൽ കാണാതായതായിട്ടുണ്ട്. നോർത്ത് പറവൂർ സ്വദേശിയായിട്ടുള്ള രാധാകൃഷ്ണനെയാണ് കാണാതായത്. ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇന്നലെ മരം വീണ് ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയും മരിച്ചിട്ടുണ്ട്. ഈ തിരുമാറാടി സ്വദേശിയായിട്ടുള്ള അന്നക്കുട്ടിയാണ് ഇന്നലെ മരം വീണതിനെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ 182ഓളം വീടുകളാണ് ഈ കഴിഞ്ഞ 6 ദിവസങ്ങളായി പെയ്യുന്ന മഴയെ തുടർന്ന് ജില്ലയിൽ മാത്രം തകർന്നിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി കിരൺ. ഇനി നമുക്ക് കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് എന്താണ് സാഹചര്യം എന്ന് നോക്കാം. അനഘ ഹർഷൻ ചെയ്യുന്നുണ്ട്. അനഘ, കോഴിക്കോട് ഇന്ന് കാലാവസ്ഥ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വടക്കൻ മേഖലയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുകയായിരുന്നു. ഇന്നിപ്പോൾ കാലാവസ്ഥ എങ്ങനെയുണ്ട്? മഴക്കെടുതികൾ കഴിഞ്ഞ ദിവസം പെയ്ത, രാത്രിയിലടക്കം പെയ്ത മഴയിൽ എന്തൊക്കെ രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു? വീണ, നിലവിൽ അതിശക്തമായ മഴ തുടരുകയാണ്. മലയോര മേഖലയായ വിലങ്ങാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലായ ശക്തമായ മഴ തുടരുന്നത്. മാത്രമല്ല കാറ്റും അടിക്കുന്നുണ്ട്. ഈ കണ്ണൂർ കോഴിക്കോട് പാതയിൽ പെരിങ്ങത്തൂർ പാലത്തിന് സമീപം ഈ കായപ്പൻസിലില് ആ പ്രദേശത്ത് മരങ്ങൾ കടപുഴകി വീണിരുന്നു. മാത്രമല്ല ുള്ള 10ഓളം ഈ വൈദ്യുത തൂണുകൾ തകരുകയും ചെയ്തു. ആ ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തു നിന്ന് ആ വൈദ്യുതി തൂണടക്കം ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ പല പ്രദേശങ്ങളിലും ഇപ്പോൾ തന്നെ രാവിലെ മുതൽ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പല പ്രദേശങ്ങളിലേക്കും വെള്ളക്കെട്ട് ഉണ്ട്. ഈ തീരദേശ മേഖലയിലുള്ളവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കോഴിക്കോട് നഗരത്തിലെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ നഗരപ്രദേശത്ത് ഓട ശുചീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തത് കൊണ്ട് തന്നെ ഈ മഴയത്ത് പോലും നഗരത്തിൽ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അടക്കമുള്ള ആ ഭാഗത്ത് കൂടി നടക്കാൻ പോലും കഴിയാത്തത്ര മുട്ടറ്റം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കോഴിക്കോട് നഗരത്തിലെ മാത്രം കാഴ്ചയാണ്. മാത്രമല്ല ഈ പുഴയോര മേഖലകളിലൊക്കെ തന്നെ പുഴ കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലയിൽ ഉടനീളം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ മണിക്കൂറിൽ അതിതീവ്രമായ ശക്തിയിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ അധികൃതർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലും ജാഗ്രത വേണമെന്ന് കൂടിയാണ് അധികൃതർ പറയുന്നത്. മാത്രമല്ല തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഈ ഭാഗത്ത് കോഴിക്കോട് ബീച്ച് പരിസരത്തൊന്നും തന്നെ ആളുകൾ ആ ഭാഗത്തേക്ക് വരരുതെന്നും മാത്രമല്ല കടലിൽ ഇറങ്ങരുത് എന്നതുമുള്ള അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇത് ലംഘിച്ചും ആളുകൾ ആ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് എന്നതാണ് സാഹചര്യം. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് കനത്ത അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും മഴ ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരി അനഘ. മിഥുൻ പിള്ള ചേരുന്നു കണ്ണൂരിൽ നിന്ന്. മിഥുൻ, ഈ പലയിടത്തും കനത്ത മഴ ലഭിക്കുമ്പോൾ ജലാശയങ്ങളോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്ക് പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത വന്നത് കണ്ണൂരിൽ നിന്ന് തന്നെയാണ്. ഈ വെള്ളക്കെട്ടിൽ വയോധികയെ കാണാതായി, ഒഴുകിപ്പോയതാണോ എന്ന സംശയം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യമാണോ? എന്താണ് ഇന്ന് കണ്ണൂരിലെ കാലാവസ്ഥ? വീണ, ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ ഇപ്പോഴും കണ്ണൂർ ജില്ലയിൽ തുടരുകയാണ്. മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ്. അടുത്ത 3 മണിക്കൂറിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. പലയിടത്തും താഴ്ന്ന പല ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട്. കണ്ണൂർ തളാപ്പ്, കക്കാട് തുടങ്ങിയ മേഖലയിലൊക്കെ തന്നെ, ഈ താവക്കര തുടങ്ങിയ മേഖലയിലൊക്കെ തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. പുഴകളൊക്കെ നിറഞ്ഞ് കവിയുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ പുഴയോരത്ത് താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് തലശ്ശേരിയിൽ വയോധികയായ ഒരാളെ വെള്ളക്കെട്ടിൽ വീണ് കാണാതായ സംശയം ഉയർന്നിരിക്കുന്നത്. മുതിയങ്ങ സ്വദേശിയായ നളിനി എന്ന 70-കാരിയാണ് കാണാതായത്. ഇവരുടെ വീടിന് പിന്നിൽ ചെറിയൊരു കൈത്തോടുണ്ട്. ഈ കൈത്തോടിൽ വീണ് കാണാതായി എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഈ സമാനമായ സാഹചര്യത്തിലൂടെയാണ് ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ പലയിടത്തും വലിയ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്.
എസ് മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കാലവർഷം കനത്തു പെയ്യുകയാണ്, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ. ഒപ്പം ഇടുക്കിയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെഡ് അലേർട്ടുകൾ നിലനിൽക്കുകയാണ്. മറ്റ് ഇടങ്ങളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും വലിയ ആശങ്ക എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ട്. നമുക്ക് കൊല്ലത്തെ കാര്യം കൂടി നോക്കാം. കൊല്ലത്ത് നിന്ന് മനോജ് ചേരുന്നുണ്ട്. മനോജ്, കൊല്ലത്ത് തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും വലിയ കാറ്റ് അടിക്കുന്നതൊക്കെ വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. പല വീടുകളും ഭാഗികമായും പൂർണ്ണമായും തന്നെ തകർന്ന വാർത്തകളും ഒക്കെ കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. രാവിലെ എന്താണ് വിവരങ്ങൾ? മത്സ്യത്തൊഴിലാളികൾ ആകെ ബുദ്ധിമുട്ടിലാണ്. അവർ നമ്മളോട് രാവിലെ പ്രതികരിച്ചപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. കാരണം ഇനി എന്നാണ് കടലിലേക്ക് പോകാനാകുമെന്നുള്ള കാര്യം അറിയില്ല. അതോടൊപ്പം തന്നെ കരയിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. മഴ കാരണം ഈ വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീഴുന്നതും റോഡിന് കുറുകെ ഇലക്ട്രിക് പോസ്റ്റ് വീഴുന്നതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. മഴ അതായത് ഇടയ്ക്കിടെ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിലും ശക്തമായിട്ടുള്ള മഴ കൊല്ലം ജില്ലയിലുണ്ടായിരുന്നു. കിഴക്കൻ മലയോര മേഖലകളിലൊക്കെ ശക്തമായ മഴ കാരണം വീടുകളൊക്കെ തകരുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം മൈനാഗപ്പള്ളിയിൽ ഈ ഒരു ഇരുനില കെട്ടിടം വീടിന് അതായത് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഈ കടലോര മേഖലയെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികൾ അവരൊക്കെ പ്രതികരിക്കുന്നതും ഇക്കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചിലവുകളൊക്കെ നോക്കേണ്ടതുണ്ട്. പക്ഷേ തങ്ങൾക്ക് കടലിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് വ്യാജ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ തന്നെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് തങ്ങളെയാണ്. ഇനി ജോലിക്ക് അതായത് ഈ സമയത്തൊക്കെ തന്നെ ജോലിയിൽ മുഴുകേണ്ടവർ ഇപ്പോൾ ഈ കടലിന്റെ കരയോരങ്ങളിലൊക്കെ അങ്ങനെ തീരങ്ങളിലൊക്കെ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തെങ്കിലും തരത്തിൽ ഈ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. കാരണം പലപ്പോഴും ഈ പ്രളയ സമയത്ത് ഉൾപ്പെടെ ഈ മത്സ്യത്തൊഴിലാളികൾ സജീവമായി ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം അവരെയൊക്കെ വലിയ രീതിയിൽ വിശേഷിപ്പിച്ചെങ്കിലും പിന്നീട് അവരുടെ ദുരിതങ്ങൾ കാണാൻ ആരുമില്ല എന്നുള്ള ആ ഒരു സങ്കടം തന്നെയായിരുന്നു നമ്മളോട് പങ്കുവച്ചത്. ഇനി വരുന്ന ദിവസങ്ങളിലും ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഈ കടലിലേക്ക് പോകുന്ന കാര്യത്തിൽ അത് വീണ്ടും ദിവസങ്ങൾ നീണ്ടുപോകുമെന്നുള്ളത് തന്നെയാണ്. ആദ്യം പറഞ്ഞിരുന്ന ദിവസങ്ങൾ ഇപ്പോൾ അതും കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവർ നമ്മളോടൊക്കെ പങ്കുവച്ചു. എന്തായാലും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. കാരണം ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞ സാഹചര്യം കൂടെ ആയതുകൊണ്ട് കടലിലേക്ക് ഇനിയും ദിവസങ്ങൾ നീളും എന്നുള്ളതാണ് കടലിലേക്ക് പോകാനെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ബുദ്ധിമുട്ടുകൾ അങ്ങനെ തുടരുമ്പോഴാണ് ഈ വീടുകൾക്ക് നേരെയും ഇത്തരത്തിലുള്ള മരങ്ങളൊക്കെ വീണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വീണ ശരി മനോജ്, അങ്ങനെ മഴ തുടരുന്നു. മഴക്കെടുതികളും ഇത് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരെ ആളുകളെ എത്തിക്കുന്ന സാഹചര്യമാണ് മനോജ് ഒടുവിൽ റിപ്പോർട്ട് നൽകുമ്പോൾ മനസ്സിലാകുന്നത്.